അമ്മ കഴിക്കുന്നില്ലേ? ആ, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്റെ പൊന്നു മക്കള് കഴിക്കേ. ആ, മോള് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. വയറെല്ലാം നാശകോശമായിട്ട് കിടക്കുമല്ലേ. ആ നശിച്ചവള് അമ്മാതിരി ചെയ്തല്ലേ ചെയ്തത്. എവിടുന്ന് പഠിച്ചെടുത്തോ എന്തോ ഇമ്മാതിരി മരുന്ന് വിദ്യയൊക്കെ. മോള് വയറ് നിറച്ച് കഴിക്കേ. പോയ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടണ്ടേ. കഴിക്കും മോളെ. ഇത്തിരി ക്ഷീണമൊക്കെ മാറുമ്പോ അടുത്ത പണി തരും ഞാൻ നിനക്ക്. ഇനി മുതൽ നീയാണല്ലോ എന്റെ എര. ഇവളുടെ ആങ്ങളെയും കുടുംബവും ഏതോ ഒരു ലോഡ്ജിൽ മുറിയെടുത്തു എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. എന്റെ ആങ്ങളെയും കുടുംബമൊന്നും പറയണ്ട, രാജുവും കുടുംബവും അങ്ങനെ പറഞ്ഞാ മതി. എന്നാ രാജുവും കുടുംബവും അത്രയ്ക്ക് വെറുത്തു ഈ കൊച്ച് അതിന്റെ വീട്ടുകാരെ. ആ, കൊട്ടാര ലോഡ്ജിൽ നിന്നാ കേട്ടെ. എവിടെയെങ്കിലും മുറിയെടുക്കോ വാടകയ്ക്ക് താമസിക്കോ ചെയ്യട്ടെ. മോൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? അന്വേഷിച്ചല്ലമ്മേ, പറഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ നാട്ടില് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ആ, അതെന്താ അത്? നിനക്ക് പ്രായമായ പെൺമക്കളുണ്ടോ കെട്ടിച്ചുവിടാൻ? അല്ലമ്മേ, ആളുകളുടെ ചോദ്യവും പറച്ചിലുവാ. ഗുണ്ടായുസം കാണിച്ച് ആ പാവങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടത് ഒട്ടും ശരിയായില്ലെന്ന് ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആ പറഞ്ഞവന്റെ പല്ലടിച്ച് പറിക്കാൻ മേലായിരുന്നോ നിനക്ക്? ഞാനൊരു ദന്തിസ്റ്റൊന്നും അല്ല പല്ലടിച്ച് പറിക്കാൻ. ആ, എന്തായാലും ഇത്തിരി കൂടിപ്പോയി. അവരെ നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്റെ ന്യായവും ചോദിച്ച ആരെങ്കിലും വരൂ? ആര് ന്യായം ചോദിച്ചു വന്നാലും അവര് ചെയ്ത ദ്രോഹത്തിന് പകരാവില്ല ഇതൊന്നും. വലിയ പാചകക്കാരുടെ കേമത്തെ കൊണ്ടേ എനിക്ക് നഷ്ടമായതേ എന്റെ പേരക്കിടാവിനെയാ. ആ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവര് മോളുടെ അച്ഛനും അമ്മയല്ലേ. മോള് പറഞ്ഞ അമ്മ അവരോട് ക്ഷമിക്കാം. ഇല്ല, അമ്മയും ഹരീഷും അവരോട് ക്ഷമിച്ചാലും ഞാൻ അവരോട് ക്ഷമിക്കില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഈ കാര്യം. എന്റെ മകനെ കൊണ്ട് നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിമാല ഞാൻ ഊരിക്കും. എന്നിട്ട് ഇവനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ പിടിച്ച് ഞാൻ വെളിയിലും തള്ളും. ആ, മോളങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അമ്മ മാർക്കറ്റിലെ ഒരു മുട്ടനാടിന്റെ നടനാല് പറഞ്ഞിട്ടുണ്ട്. സൂപ്പ് വെച്ചുതരാം കേട്ടോ.